ഇത് കേട്ടിട്ട് വേണം ഞായറാഴ്ചയാണല്ലോ എന്നോർത്ത് ആൾക്കാർക്ക് ഇറച്ചി മേടിക്കാൻ പോവാൻ. ഇതെന്നാ ചീട്ടുകൾ ഇങ്ങോട്ട് മാറ്റി? എന്നതാ പറ്റിയേ? കുർബാനയ്ക്ക് വന്നാടോ? എന്റെ പാപ്പ അതാ ചോദിച്ചേ, എന്നതാ പറ്റിയെന്ന്. അച്ഛനായിട്ടൊരു മീറ്റിംഗ് ഉണ്ടോ? അപ്പൊ നിങ്ങളെ പള്ളി കമ്മിറ്റിയിലെടുത്തോ? പള്ളി കമ്മിറ്റിയിലോട് ചീട്ടുകളി കമ്മിറ്റി. ചീട്ടുകൊണ്ട് അദ്ദേഹം എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിക്കണെന്ന് അറിയാമോ? സമ്മതിക്കണം. പള്ളി കയറുന്നേ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കുർബാനയ്ക്ക്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിന്നെ ഈ ഞാനും കൂത്തുകൊണ്ട അച്ഛനും. മാട്ടിച്ചായോ, ഇത് എങ്ങോട്ടാ? ഒരു പ്രേക്ഷിത പ്രവൃത്തി. എല്ലാ കുടിയന്മാരെ ഞായറാഴ്ച കുർബാന കാണിക്കാന്നൊരു നേർച്ച നേർന്നു. അതെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങനെ ഷാപ്പിലോട്ട് വിടും. പിന്നെ മെനക്കേടാവും. ഓരോ സൈസ് അച്ഛന്മാർ. മത്തായിച്ചോ, അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ എബിച്ചിനോട് വേഗം കുർബാന തുടങ്ങാൻ പറ. കട ഞാൻ ലോറൻസിനെ ഏൽപ്പിച്ചാ വന്നേ. പോയിട്ട് പണിയുള്ളതാന്നേ. ഞാനിത് കലിപ്പക്കരെ തന്നെ അല്ലേ? എടാ എബി, എഴുതുന്നെല്ലാം പഠിച്ചില്ലേ? പ്രസംഗത്തിന് മുമ്പ് ക്ലോക്കിലേക്ക് നോക്കണം. അതിൽ സൂചി അനുസരിച്ച് നമ്മുടെ പ്രസംഗത്തിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അറിയാലോ, കൃത്യം 15 മിനിറ്റ്. കൊള്ളാം. അച്ഛന് ഒരുങ്ങി പള്ളി മൊത്തം ആൾക്കാരതിനു ശേഷം അവിടെ കപ്പേര് വരുന്നത്. എന്റെ പൊന്നച്ഛന്മാരെ, കാർലോസ് അച്ഛൻ വടിവാളും കൊണ്ട് നാട് നീളം നടന്നിട്ടും വരാത്ത ആൾക്കാരാ പള്ളി കയറിയേക്കുന്നത്.